സോ കുറെ ടോക്സും നെഗോഷിയേറ്റിംഗും സ്ട്രൈക്കും കഴിഞ്ഞിട്ട് അലക്സാണ്ടർ ഈസാക് ഇസ് ഫൈനലി എ ലിവർപൂൾ പ്ലെയർ. ലിവർപൂള് ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ സൈൻ ചെയ്യുന്ന 5ാമത്തെ പ്ലെയർ ആണ് ഈസാക്ക്. അതുകൊണ്ട് ലിവർപൂൾ ഫുട്ബോൾ ക്ലബിനും അവരുടെ സ്പോർട്ടിംഗ് ഡയറക്ടറായ റിച്ചർഡ് ഹ്യൂഗ്സിനും എനിവേസ് നമ്മുടെ ഫോക്കസ് ആകെ ഒറ്റ പ്ലെയറിലാണ്, അലക്സാണ്ടർ ഈസാക്. ആൻഡ് എങ്ങനെയായിരിക്കും ഈസാക്കിനെ ആർനെ സ്ലോട്ട് ഈ ലിവർപൂൾ ടീമിൽ യൂസ് ചെയ്യാൻ പോണത്? വെൽ, അതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. ആൻഡ് ഇത് വാച്ച് ചെയ്യേണ്ടപ്പം സബ്സ്ക്രൈബ്. ആദ്യം തന്നെ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്ലോട്ട് ലിവർപൂളിന്റെ അറ്റാക്ക് ബിൽഡ് ചെയ്യാൻ പോണത് ഇസാക്കിനെ ഫോക്കസ് ചെയ്ത് മാത്രമായിരിക്കില്ല. ഇസാക്കിന്റെ ഒപ്പം സലേനെയും വേർഡ്സിനെയും എക്കിറ്റിക്കിനെയും ഗ്യാപ്കോനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും സ്ലോട്ട് ചിന്തിക്കുന്നത്. ഇസാക്കിന്റെ പൊസിഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഓൾമോസ്റ്റ് എല്ലാവരും ആൻസർ ചെയ്യാൻ പോണത് സെന്റർ ഫോർവേഡിനായിരിക്കും. പക്ഷേ കഴിഞ്ഞ സീസണിൽ ഇസാക്കിന്റെ ഹീറ്റ് മാപ്പ് നോക്കുവാണെങ്കിൽ ഇസാക്ക് ജസ്റ്റ് സെൻട്രൽ ഏരിയയിൽ മാത്രമല്ല കളിക്കണമെന്ന് നമുക്ക് മനസ്സിലാവും. പാസ് റിസീവ് ചെയ്യാൻ പിച്ചിന്റെ വൈഡ് ഏരിയാസിലേക്കും ഇസാക്ക് ഡ്രിഫ്റ്റ് ചെയ്യും. ആൻഡ് ഇവിടുന്ന് ബോൾ കളക്ട് ചെയ്ത് സെൻട്രലിലേക്ക് ഡ്രിബിൾ ചെയ്യാനാണ് ഇസാക്കിന് ഇഷ്ടം. കഴിഞ്ഞ സീസണിൽ ഡാർവിൻ ന്യൂനേസ് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ലിവർപൂൾ ഒരു ഭയങ്കര വലിയ അപ്ഗ്രേഡ് ആണ് ചെയ്തേക്കുന്നത്. നൗ ലിവർപൂൾ ഫാൻസിനിടയിലും ആൻഡ് ജനറൽ ആയിട്ട് ഫുട്ബോൾ ഫാൻസിനിടയിലും ഏറ്റവും ബിഗ്ഗസ്റ്റ് ക്വസ്റ്റ്യൻ ഇസാക്കിനും എക്കിറ്റിക്കും ഒരുമിച്ച് കളിക്കാൻ പറ്റുമോ എന്നുള്ളതായിരിക്കും. വെൽ, ഇത് പോസിബിൾ ആവുമെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ സീസൺ പലപ്പോഴും ലിവർപൂൾ ഒരു മെയിൻ സ്ട്രൈക്കർ പോലും ഇല്ലാണ്ടാണ് കളിച്ചുകൊണ്ടിരുന്നത്. പിച്ചിൽ ഒരു സ്ട്രൈക്കർ പോലും ഇല്ലാണ്ട് കളിച്ച ലിവർപൂൾ ഈ സീസൺ പിച്ചിൽ 2 സ്ട്രൈക്കേഴ്സിനെ വെച്ചാണ് കളിക്കാൻ ട്രൈ ചെയ്യണത്. ഇസാക്കിന്റെ ഹീറ്റ് മാപ്പ് നോക്കിയ പോലെ എക്കിറ്റിക്കയുടെ ഹീറ്റ് മാപ്പ് നമുക്ക് നോക്കാം. ആൻഡ് ഇതിൽ നിന്ന് നമുക്കൊരു വലിയ കാര്യം മനസ്സിലാവും. എക്കിറ്റിക്കും ഒരു സെൻട്രൽ ഫോർവേഡ് ആണെങ്കിലും ഇസാക്കിനെ പോലെ വൈഡ് ഏരിയാസിലേക്ക് പോകാൻ എക്കിറ്റിക്കും ഇഷ്ടമാണെന്ന്. ഇസാക്കിന് ലെഫ്റ്റ് വിങ്ങിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ എക്കിറ്റിക്ക് റൈറ്റ് വിങ്ങിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. ആൻഡ് കഴിഞ്ഞ സീസൺ ബുണ്ടസ്ലീഗയിൽ ജാനുവരി വരെ ഫ്രാങ്ക്ഫർട്ട് കളിച്ചിരുന്നത് മാർമൂഷിനെയും എക്കിറ്റിക്കിനെയും സ്ട്രൈക്കേഴ്സായിട്ട് യൂസ് ചെയ്തതാണ്. ആൻഡ് ഇസാക്കിനെ പോലെ മാർമൂഷ് ലെഫ്റ്റ് വിങ്ങിലേക്ക് പോകുമ്പോൾ എക്കിറ്റിക്ക് റൈറ്റ് വിങ്ങിലേക്ക് പോകും. നൗ ഇൻ കേസ് സ്ലോട്ട് ഇവരെ രണ്ടുപേരെയും സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഫ്രാങ്ക്ഫർട്ട് യൂസ് ചെയ്ത അതേ ടാറ്റിക്സ് ആയിരിക്കും സ്ലോട്ടും യൂസ് ചെയ്യാൻ നോക്കുന്നത്. പക്ഷേ എന്നാലും ഒരു പ്രോബ്ലം ഉണ്ട്. വർഷങ്ങളായിട്ട് 4-3-3 കളിക്കുന്ന ലിവർപൂള് എക്കിറ്റിക്കിനെയും ഇസാക്കിനെയും ടീമിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ആരെ ഡ്രോപ്പ് ചെയ്യും എന്നുള്ള ഒരു പ്രോബ്ലം. സലേനെ എന്തായാലും ലിവർപൂൾ ഡ്രോപ്പ് ചെയ്യില്ല. ആൻഡ് ഫ്ലോറിയൻ വേർഡ്സ് ഒരു 100 മില്യൺ സൈനിങ് ആയതുകൊണ്ട് പുള്ളിനെയും ഡ്രോപ്പ് ചെയ്യില്ല. അപ്പോൾ ഈ ക്വസ്റ്റിന്റെ ഏറ്റവും ഒബ്വിയസ് ആൻസർ കോഡി ഗ്യാപ്കോ ആണ്. ഞാൻ കുറെ പേര് ചിലപ്പോൾ ചോദിക്കുമായിരിക്കും, എന്തിനാണ് ശരിക്കും കോഡി ഗ്യാപ്കോനെ ഡ്രോപ്പ് ചെയ്യണമെന്ന്. വേണമെങ്കിൽ മക്കാലിസ്റ്ററിനെ ഡ്രോപ്പ് ചെയ്തിട്ട് ഗ്യാപ്കോനെ ലെഫ്റ്റിലും സലേനെ റൈറ്റിലും വെച്ച് ഗ്യാപ്കോ, ഗ്രാവൻബാക്ക്, ഫ്ലോറിയൻ വേർഡ്സ്, സല എന്ന മിഡ്ഫീൽഡിൽ ലിവർപൂളിനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന്. ഇങ്ങനെ ലിവർപൂൾ കളിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം ഫ്ലോറിയൻ വേർഡ്സ് കഴിഞ്ഞ സീസൺ ലെവർക്യൂസനിൽ കളിച്ച ഫോർമേഷൻ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഫ്ലോറിയൻ വേർഡ്സ് ശരിക്കും ഒരു പ്രോപ്പർ നമ്പർ 10 റോള് അല്ല കളിച്ചതെന്ന്. പകരം ഒരു ലെഫ്റ്റ് ഇൻസൈഡ് ഫോർവേഡ് എന്ന റോളാണ് കളിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ഈ റോളില് ഫ്ലോറിയൻ വേർഡ്സിന്റെ പെർഫോമൻസ് കാരണമാണ് വേർഡ്സിനെ സൈൻ ചെയ്തത്. അതുകൊണ്ട് ആർനെ സ്ലോട്ടും വേർഡ്സിനെ ഈ സെയിം റോളിൽ കളിപ്പിക്കാനായിരിക്കും നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ റൈറ്റ് വിങ്ങിൽ സലയും ലെഫ്റ്റ് വിങ്ങിൽ വേർഡ്സും ഡബിൾ പിവറ്റ് ആയിട്ട് മക്കാലിസ്റ്ററും ഗ്രാവൻബാക്കും ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യണത്. നൗ ലിവർപൂൾ കളി സ്റ്റാർട്ട് ചെയ്യാൻ പോണത് ഇങ്ങനത്തെ ഒരു ഫോർമേഷനിലാണെങ്കിലും ഇത് ഒരിക്കലും ഒരു ട്രഡീഷണൽ 4-4-2 ആയിരിക്കില്ല. ലിവർപൂൾ ഡിഫെൻഡ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ടീമും 4-man ഡിഫൻസാണ് കളിക്കണമെങ്കിൽ ഡയറക്റ്റ് മാൻ ഫോർ മാൻ പ്രസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇങ്ങനത്തെ ഒരു അഗ്രസീവ് പ്രസിംഗ് കാരണം ഓപ്പോസിറ്റ് പ്ലെയേഴ്സ് മിസ്റ്റേക്ക് ഉണ്ടാക്കും. ആൻഡ് ഈ സിറ്റുവേഷൻസിൽ ലിവർപൂളിന് ഈസി ആയിട്ട് ഗോൾസും സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ടീം ഈ പ്രസ് ബ്രേക്ക് ചെയ്താലോ? അങ്ങനെയാണെങ്കിൽ ലിവർപൂളിന്റെ മിഡ്ഫീൽഡ് ഗ്രാവൻബാക്കും മക്കാലിസ്റ്ററും മാത്രമേ ഉള്ളൂ. ആൻഡ് ഓപ്പോസിറ്റ് ടീം 3-man മിഡ്ഫീൽഡാണ് കളിക്കണമെങ്കിൽ ഒരു എക്സ്ട്രാ മാൻ അഡ്വാൻറ്റേജ് അവർക്ക് കിട്ടും. ഈ അഡ്വാൻറ്റേജ് വെച്ച് ലിവർപൂളിന്റെ മിഡ്ഫീൽഡിൽ കൂടെ ഈസി ആയിട്ട് വേണമെങ്കിൽ ഓപ്പോസിറ്റ് ടീമിന് പ്ലേ ചെയ്ത് പ്രോഗ്രസ് ചെയ്യാം. ഇത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഗ്രാവൻബാക്കിന്റെയും മക്കാലിസ്റ്ററിന്റെയും ഫിസിക്കാലിറ്റിയിലും ഡിഫെൻസീവ് എബിലിറ്റിയിലുമാണ് സ്ലോട്ട് ട്രസ്റ്റ് ചെയ്യണത്. ഇങ്ങനത്തെ കുറെ ടാക്ടിക്സ് വർക്ക് ചെയ്യണത് കൊണ്ടാണ് ലിവർപൂളും യുണൈറ്റഡുമായിട്ടുള്ള മാച്ച് എങ്ങനെ പ്ലേ ഔട്ട് ആവുമെന്ന് എനിക്ക് കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളത്. കാരണം നമുക്കറിയാവുന്ന പോലെ യുണൈറ്റഡ് ഒരു 3-man ഡിഫൻസ് ആണ് കളിക്കുന്നത്. ആൻഡ് മത്തായസ് ഡെ ലിറ്റ് ഡിഫൻസിൽ നിന്ന് മിഡ്ഫീൽഡിലേക്ക് മൂവ് ചെയ്യും. യുണൈറ്റഡ് ലിവർപൂളിനെ ഫസ്റ്റ് പ്രസ് ബ്രേക്ക് ചെയ്താൽ മിഡ്ഫീൽഡിലെ മാൻ അഡ്വാൻറ്റേജ് വെച്ച് ലിവർപൂളിനെ ഈസി ആയിട്ട് യുണൈറ്റഡിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ഇൻ കേസ് അമോറിന്റെ ടാക്ടിക്സിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഈ വീഡിയോസ് ചെക്ക്ഔട്ട് ചെയ്യാം. എനിവേസ്, ബാക്ക് ടു ലിവർപൂൾ. നമുക്ക് ലിവർപൂൾ ഇനി അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ ഫോർമേഷൻ എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നോക്കാം. ആലിസന്റെ കയ്യിൽ ബോളുള്ളപ്പോൾ കഴിഞ്ഞ സീസൺ റോബർട്ട്സൺ ആണെങ്കിലും ട്രെന്റ് ആണെങ്കിലും
പിച്ചിന്റെ ഹയർ എൻഡിലേക്ക് പുഷ് ചെയ്യുമായിരുന്നു. ആൻഡ് ഈ സീസൺ ഫ്രിംപോങ് എന്തായാലും ട്രെൻഡിനെക്കാട്ടും ഒരു ഹയർ പൊസിഷനിലേക്കായിരിക്കും പുഷ് ചെയ്യണത്. ഇത് ബാലൻസ് ചെയ്യാനാണ് ലെഫ്റ്റ് ബാക്കിൽ കുറച്ചും കൂടെ ഡിഫൻസീവ് മൈൻഡഡ് ആയ കർക്കിയസിനെ ലിവർപൂൾ സൈൻ ചെയ്തത്. ആലിസിന്റെ അടുത്തുനിന്ന് കളി ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേർഡ്സ് ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് മിഡ്ഫീൽഡിലേക്ക് ഒരു ഇൻസൈഡ് മൂവ്മെന്റ് നടത്തും. ഇതുപോലെ തന്നെ സലേ റൈറ്റ് വിങ്ങിൽ നിന്ന് ഇൻസൈഡ് റൺ ഉണ്ടാക്കും. ആൻഡ് അറ്റാക്ക് ഫൈനൽ തേർഡിലെത്തുമ്പോൾ സ്ട്രൈക്കേഴ്സായ എക്കിറ്റിക്കയും ഇസാക്കും അവരുടെ മൂവ്മെന്റ്സ് നടത്തും. ആൻഡ് വേർഡ്സിന് വേണ്ടതും ഇങ്ങനത്തെ മൂവ്മെന്റ്സ് ആണ്. തനിക്ക് വേണമെങ്കിൽ ഒരു ത്രൂ ബോളിൽ എക്കിറ്റിക്കയ്ക്കോ ഇസാക്കിനോ പാസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ലോങ് ഡയഗണൽ ബോള് സലയ്ക്ക് കൊടുക്കാം. സലയുടെ കയ്യിൽ ബോളുള്ളപ്പോൾ ഓവർലാപ്പ് ചെയ്തുകൊണ്ട് ഫ്രിംപോങ് ഉണ്ടാവും. വേണമെങ്കിൽ സലയ്ക്ക് ഫ്രിംപോങ്ങിന് പാസ് ചെയ്യാം. ആൻഡ് ഫ്രിംപോങ്ങിന്റെ ക്രോസ് ചെയ്യുന്ന എക്കിറ്റിക്കയ്ക്കോ ഇസാക്കിനോ സ്കോർ ചെയ്യാൻ പറ്റും ലിവർപൂളിന് വേണ്ടി. അല്ലെങ്കിൽ മുമ്പിലുള്ള എക്കിറ്റിക്കായിട്ട് സലയ്ക്ക് 1-2 കളിച്ച് പ്രോഗ്രസ് ചെയ്ത് സ്വന്തമായിട്ട് ഫിനിഷ് ചെയ്യാം. നൗ ഇതൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും ശരിക്കും ഇത് എങ്ങനെ പ്ലേ ഔട്ട് ചെയ്യുമെന്ന് കണ്ടു തന്നെ അറിയണം. പക്ഷെ എനിക്കറിയേണ്ടത് ഇതൊക്കെ കേട്ടിട്ട് എന്താണ് നിങ്ങളുടെ തോട്ടെന്നാണ്. ഇസാക്കിനെ സൈൻ ചെയ്ത ലിവർപൂള് എക്കിറ്റിക്കേന്റെ ഒപ്പം ഇസാക്കിനെ കളിപ്പിച്ച് പ്രീമിയർ ലീഗ് വീണ്ടും ഡോമിനേറ്റ് ചെയ്യോ, അതോ വർഷങ്ങളായിട്ട് 4-3-3 ഫോർമേഷനിൽ കളിക്കുന്ന ലിവർപൂള് പെട്ടെന്ന് 4-4-2 സ്വിച്ച് ചെയ്യുമ്പോൾ ടീമിനെ അത് നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യും? ഇനി ഇതൊന്നും അല്ലാണ്ട് ഒരു തേർഡ് ഓപ്ഷൻ ഉണ്ട്. ഇത് ഭയങ്കര സിമ്പിൾ ആണ്. എക്കിറ്റിക്കേനെ പിടിച്ച് ബെഞ്ചിലിട്ടിട്ട് ഇസാക്കിനെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. ഏറ്റവും ലാസ്റ്റ് അതായിരിക്കോ സ്ലോട്ടും ലിവർപൂളും പോകാൻ പോണ റൂട്ട്? എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻസ് എല്ലാം കമന്റ് സെക്ഷൻ മെൻഷൻ ചെയ്യുക. ആൻഡ് ആസ് ഓൾവേസ് സബ്സ്ക്രൈബ്.